Students, today we are going to discuss maximization in transportation problem. A transportation problem in which the objective is to maximize can be solved by converting the given maximization problem to a minimization problem. For this, select highest value and subtract all other values from this highest value. Then the given problem becomes minimization. ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് മാക്സിമൈസ് എന്നാണെങ്കിൽ നമ്മൾ മിനിമൈസ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. മിനിമൈസ് ആക്കുന്നത് അതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അത് മിനിമൈസേഷൻ ആകും. ദെൻ യൂഷ്വൽ പ്രൊസീജിയർ ചെയ്യുക. ക്വസ്റ്റ്യൻ: സോൾവ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ക്വസ്റ്റ്യൻ മാക്സിമൈസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാ ക്വസ്റ്റ്യൻ ആണെങ്കിൽ സോൾവ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അത് മിനിമം കോസ്റ്റ് ആണ് വേണ്ടത്. ഇവിടെ സ്പെഷ്യലായിട്ട് എഴുതിയിട്ടുണ്ട് ടു മാക്സിമൈസ് പ്രോഫിറ്റ് എന്നുള്ളത്. 1, 2, 3 ABCD സപ്ലൈ തന്നിട്ടുണ്ട്. ദെൻ 15, 51, 42, 33, 80, 42, 26, 81, 90, 40, 66, 60 സപ്ലൈ തന്നിട്ടുണ്ട്. 23, 44, 33 ഡിമാൻഡ് 23, 31, 16, 13. Solution: this is a maximization problem, so convert into minimization problem. So maximum എന്ന ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് ഇത് മിനിമം ആക്കണം. For this, select the highest profit. ഇതിൽ ഹയസ്റ്റ് പ്രോഫിറ്റ് ഏതാണെന്ന് നോക്കണം. ഹയസ്റ്റ് പ്രോഫിറ്റ് 90 ആണ് വന്നിരിക്കുന്നത്. സോ സബ്ട്രാക്ട് ഓൾ പ്രോഫിറ്റ് ഫ്രം 90. ഈ 90 നിന്ന് കുറയ്ക്കണം. സോ ഇവിടെ 90 മൈനസ് 15. അപ്പം we get 75. 90 minus 51, 39. 90 minus 42, 48. 90 minus 33, 57. So first row കഴിഞ്ഞു. Then second row 90 minus 80, 10. 90 minus 42, 48. 90 minus 26, 64. 90 minus 81, 9. Then 90 minus 90, 0. 90 minus 40, 50. 90 minus 66, 24. 90 minus 60, 30. So നമ്മൾ എഴുതി സപ്ലൈ ഈക്വൽ ടു 23, 44, 33. ഡിമാൻഡ് 23, 31, 16, 13. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുമ്പം 23 പ്ലസ് 31 പ്ലസ് 16 പ്ലസ് 30. സോ ടോട്ടൽ ഡിമാൻഡ് കിട്ടുന്നത് വി ഗെറ്റ് 100 ടോട്ടൽ ഡിമാൻഡ്. സോ നെക്സ്റ്റ് ടോട്ടൽ സപ്ലൈ എത്രയാണെന്ന് നോക്കണം. ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 23 പ്ലസ് 44 പ്ലസ് 33 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. ഈ ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ ആണ്. സോ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. സോ നമുക്ക് വോഗൽസ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം. വോഗൽസ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറൻസ് ചെയ്യണം. സ്മോളസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് റോയിലെ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 39ഉം 48ഉം ആണ്. സോ ഡിഫറൻസ് 9 വരും. ഇതിൽ സ്മോളസ്റ്റ് 10ഉം 9ഉം ആണ്. 10 മൈനസ് 9, 1. ഇതിലെ ഡിഫറൻസ് 0ഉം 24ഉം ആണ്. 24. ദെൻ കോളം വൈസ് നോക്കുമ്പം 0ഉം 10ഉം 0, 10. ദെൻ ഇതിൽ ഈ കോളത്തിലെ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 39ഉം 48ഉം ഡിഫറൻസ് 9 വരും. ഈ കോളത്തിലെ സ്മോളസ്റ്റ് 24, 48ഉം 24 വരും. ദെൻ ഈ കോളത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് 30ഉം 9ഉം ആണ്. സോ 21 വരും. ദെൻ മാക്സിമം
പെനാലിറ്റി എന്ന് പറയുന്നത് ഈ 24 ആവാം, ഈ 24 ആവാം, ഇഷ്ടമുള്ള എടുക്കാം. സോ വി സെലക്ട് ദിസ് 24. ഈ 24 എടുത്തു. അപ്പോൾ 0 ലീസ്റ്റ് കോസ്റ്റ്. 0 വേണം അലോക്കേഷൻ കൊടുക്കാൻ. ഇവിടെ 23 ഉണ്ട്, 33 ഉണ്ട്. സോ 23 കൊടുക്കുന്നു. 23 കൊടുക്കുമ്പം ഈ കോളം കട്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്തത് വരയ്ക്കുമ്പം ഈ കോളം ഇല്ലാതെ വേണം വരയ്ക്കാൻ. സോ നമ്മൾ ഫസ്റ്റ് കോളം ഇല്ലാത്തത് വരച്ചു, BCD വരച്ചു, 1 2 3. ദെൻ ഇവിടെ 33 ആയിരുന്നു, അത് 23 അലോക്കേഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ 10 ആയി. ദെൻ ഡിഫറൻസ് കാണണം. 39 48, 9 48, 39. ഇവിടെ 24 13, 6. ഇവിടെ സ്മോളസ്റ്റ് 39 48, 9 ഡിഫറൻസ് വരും. ദെൻ ഇവിടെ ഡിഫറൻസ് വരുന്നത് 48 24, ദാറ്റ് ഈസ് 24 വരും. ഇവിടെ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 9 30 ആണ്. സോ 21 വരും. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പെനാലിറ്റി എന്ന് പറയുന്നത് 39 ആണ് ഹയസ്റ്റ് പെനാലിറ്റി. അപ്പോൾ 39 സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് 9 ആണ്. 9 അലോക്കേഷൻ കൊടുക്കണം. 40 ഉണ്ട്, 30 ഉണ്ട്. സോ 30 അലോക്കേഷൻ കൊടുത്തു, മിനിമം കൊടുത്തു. സോ ഈ കോളം കട്ടായി പോകും. അപ്പോൾ ഇനിയുള്ളത് 39. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 39 മൈനസ് 48 9, 64 മൈനസ് 48 16, 24 മൈനസ് 50 26. ദെൻ ഇതിൽ സ്മോളസ്റ്റ് 39 48 9 വരും. ഇവിടുത്തെ സ്മോളസ്റ്റ് 24 48 24 വരും. സോ ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് 26 ആണ്. സോ ഇത് സെലക്ട് ചെയ്തു. ലീസ്റ്റ് കോസ്റ്റ് വേണം കൊടുക്കാൻ. അപ്പോൾ 24 10 16 ഉണ്ട്, മിനിമം 10 ആണ്. സോ 10 കൊടുക്കുന്നു. സോ ഈ കോളം ഈ റോ കട്ടായി പോകുന്നു. ദെൻ അടുത്തത് 39 48 48 64. ഇവിടെ 23 ഉണ്ട്, ഇവിടെ 14, ഇവിടെ 31, ഇവിടെ 16 10 ഓൾറെഡി കൊടുത്തുകൊണ്ട് 6 ഉള്ളൂ. ദെൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 48 മൈനസ് 39 9, 48 64 മൈനസ് ചെയ്യുമ്പോൾ 16, 48 മൈനസ് 39 9, 64 മൈനസ് 48 16. സോ 16 ആണ് ഹയസ്റ്റ് പെനാലിറ്റി. ഹയസ്റ്റ് പെനാലിറ്റി സെലക്ട് ചെയ്തു. ദെൻ ഇതിൽ ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് 48 48നൊപ്പം 14 കൊടുക്കാം. 14 കൊടുക്കുമ്പം ഇത് ക്യാൻസലായി പോകുന്നു. ദെൻ അടുത്തത് വരയ്ക്കുമ്പോൾ 39 48 മാത്രമേ വരയ്ക്കാനുള്ളൂ. ഇവിടെ 23, ദെൻ ഇവിടെ നമ്മൾ 14 ഓൾറെഡി കൊടുത്തു. അപ്പോൾ 17 6. ഇത് ഡയറക്റ്റായിട്ട് കൊടുക്കാം. 17 6. അപ്പോൾ നമ്മൾ അലോക്കേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി വീണ്ടും ഒന്നുകൂടെ ടേബിൾ വരച്ചിട്ട് എഴുതാം. സോ നമ്മൾ വീണ്ടും എഴുതി 17 + 6 23, 17 + 14 + 30 44, 23 + 10 33. ഇവിടെ 23 31 16 30. അപ്പോൾ ഇനി മോഡി മെത്തേഡ് ചെയ്യാം. മോഡി മെത്തേഡ് ചെയ്യാം. സോ ഇവിടെ U1 U2 U3 V1 V2 V3 V4. മോഡി മെത്തേഡ് ചെയ്യുമ്പോൾ അലോക്കേഷൻ കൊടുത്തത് മാത്രം എഴുതുക. ദാറ്റ് ഈസ് U1 + V2 = 39, U1 + V3 = 48, U2 + V2 = 48, U2 + V4 = 9, U3 + V1 = 0, U3 + V3 = 24. ഇവിടെ അലോക്കേഷൻ കൊടുത്തേക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം M + N - 1 ആണോ എന്ന്.
അതായത് എം എന്ന് പറയുന്നത് 3 + 4 - 1 6 അലോക്കേഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. 1 2 3 4 6 അലോക്കേഷൻ ആണ്. സോ ടേക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ 0 എന്ന് കൊടുക്കാം. ടേക്ക് u1 = എല്ലാം സെയിം ആയിട്ട് തന്നെയാണ്. സോ u1ന് 0 കൊടുക്കുന്നു. ദെൻ വി ഗെറ്റ് u1ന് 0 കൊടുക്കുമ്പോൾ വി ഗെറ്റ് v2 = 39, v3 = 48. ഓക്കെ, അപ്പം v2 39 കിട്ടി. സോ വി ക്യാൻ റൈറ്റ് u2 = 9. ദെൻ u2 + v4 ആണ് 9. സോ വി ക്യാൻ റൈറ്റ് v4 = 0. ദെൻ u3 + v1 = 0. u3 + v3 = 0 ആണ്. v3 നമുക്കറിയാം 48 ആണ്. സോ u3 = -24. അപ്പോൾ u1 u2 u3 v1 കിട്ടാനുണ്ട്. u3 + v1 ആണ് 0. സോ വി ക്യാൻ റൈറ്റ് v1 = 24. സോ ഇനി അടുത്ത് CIG കണ്ടുപിടിക്കാം. അപ്പോൾ അലോക്കേഷൻ ഉള്ളത് സെൽ എന്ന് പറയുന്നത് ഇത് രണ്ട്. അപ്പം അലോക്കേഷനുള്ള സെല്ല് നമ്മൾ ഇൻറ്റു കൊടുക്കുന്നു. ഇൻറ്റു ഇവിടെ അലോക്കേഷൻ ഉണ്ട്. സോ ഇൻറ്റു കൊടുത്തു. ഇവിടെ ഉണ്ട്. സോ ഇൻറ്റു അലോക്കേഷനുള്ള സെൽ ഇൻറ്റു കൊടുത്തു. ബാക്കിയുള്ള കോസ്റ്റ് നമ്മൾ എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് 75, 57, 10, 64, 50, 30. അടുത്തത് നമുക്ക് UI + VJ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം u1 = 0, u2 = 9, u3 = -24. v1ൻ്റെ വാല്യൂ വി ഗെറ്റ് 24. v1 = 24 ആണ്. v2 എന്ന് പറയുന്നത് 39, v3 = 48, v4 0 ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു ഉള്ളത് നമ്മൾ ഇൻറ്റു തന്നെ ഇടുന്നു. ഇൻറ്റു ഇവിടെ ഇൻറ്റു ദെൻ 75 - 24 ഇവിടെ 0 + 24, 9 + 24 33, 0 + 4 ഇവിടെ വരുമ്പോൾ 0, 9 + 48 57, -24 + 39 15, -24. ദെൻ അടുത്തത് DIG കണ്ടുപിടിക്കണം. DIG എന്ന് പറയുന്നത് CIJ - UI + VJ. അപ്പോൾ മൈനസ് ചെയ്യണം. ഓക്കെ, 75 - 24, 51, പിന്നെ ഇൻറ്റു 57 - 57 തന്നെ. ഇവിടെ 10 - -23 എന്ന് വരും. ഇവിടെ ഇൻറ്റു 64 - 57 7, ഇവിടെ ഇൻറ്റു 50 - 15 35, ഇവിടെ ഇൻറ്റു ഇവിടെ 30 മൈനസ് വരുമ്പോൾ 54. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ലൂപ്പ് വരച്ചാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ വേണം നമ്മൾ ചെയ്യണം. അപ്പം നെഗറ്റീവ് ഇവിടെയാണ്. സോ നമ്മളിവിടെ തീറ്റ എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ തീറ്റ എന്ന് പേര് കൊടുക്കുന്നു. ദെൻ ഇത് ഒന്നെങ്കിൽ താഴോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പോകാം. സോ നമ്മൾ താഴോട്ട് എടുക്കുന്നു. മൈനസ് തീറ്റ, ദെൻ ഇങ്ങോട്ട് വരുന്നു പ്ലസ് തീറ്റ, ദെൻ ഇങ്ങോട്ട് പോകുന്നു മൈനസ് തീറ്റ, ദെൻ ഇങ്ങോട്ട് വരുന്നു പ്ലസ് തീറ്റ, ദെൻ ഇങ്ങോട്ട് വരുന്നു മൈനസ് തീറ്റ,
ദെൻ ഇങ്ങോട്ട് വരുന്നു പ്ലസ് തീറ്റ. ഇവിടെ നിന്നാണ് ലൂപ്പ് പോയിരിക്കുന്നത്. ലൂപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നു, ദെൻ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ദെൻ ലിസ്റ്റ് 1. അപ്പോൾ മൈനസ് തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് തീറ്റ ഏതൊക്കെയാണെന്ന് നോക്കാം. മൈനസ് തീറ്റ വന്നിരിക്കുന്നത് 23 ഉണ്ട്, 14 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഇതിലെ മിനിമം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 തീറ്റയ്ക്ക് കൊടുത്ത് ബാക്കി 23 മൈനസ് 6 ചെയ്യണം. ഇവിടെ 10 പ്ലസ് 6 ചെയ്യണം. ഇവിടെ 6 മൈനസ് 6 ചെയ്യണം. നമുക്ക് റീ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അലോക്കേഷൻ കൊടുത്തു, റീ അലോക്കേഷൻ കൊടുത്തു. ദെൻ ഇത് വീണ്ടും മോഡി മെത്തേഡ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ്. അപ്പോൾ ഇവിടെ U1, U2, U3, V1, V2, V3, V4 എന്ന് പേര് കൊടുത്തു. ദെൻ അലോക്കേഷൻ കൊടുത്തത് പോസ്റ്റ് നമ്മൾ എഴുതുവാണ്. സോ U1 പ്ലസ് V2 ഈക്വൽ ടു 39, U2 പ്ലസ് V1 ഈക്വൽ ടു 10, U2 പ്ലസ് V2 ഈക്വൽ ടു 48, U2 പ്ലസ് V4 ഈക്വൽ ടു 9, U3 പ്ലസ് V1 ഈക്വൽ ടു 10, U3 പ്ലസ് V3 ഈക്വൽ ടു 24. സോ ടേക്ക്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത് U2 ആണ്. സോ ടേക്ക് U2 ഈക്വൽ ടു 0. U2ന് 0 കൊടുത്തു. ദെൻ വി ഗെറ്റ് V1 ഈക്വൽ ടു 10, V2 ഈക്വൽ ടു 48, V4 ഈക്വൽ ടു 9. V2 48 ആണ്. സോ വി ക്യാൻ റൈറ്റ് U1 ഈസ് ഈക്വൽ ടു U1 പ്ലസ് V2 ഈക്വൽ ടു 39 ആണ്. സോ V2 എന്ന് പറയുന്നത് 48 ആണ്. സോ U1 ഈക്വൽ ടു -9. ദെൻ U2 ഉണ്ട്, U3 പ്ലസ് V1 ഈക്വൽ ടു 0 ആണ്. സോ U3 ഈസ് ഈക്വൽ ടു -10. ദെൻ V3 കണ്ടുപിടിക്കണം. U3 പ്ലസ് V3 ഈക്വൽ ടു 24 ആണ്. സോ -10, V3 ഈസ് ഈക്വൽ ടു 34. സോ എല്ലാ വാല്യൂസും കിട്ടി. ദെൻ CIG കണ്ടുപിടിക്കാം. സോ CIG എഴുതുവാണ്. അപ്പം നമുക്ക് അലോക്കേഷൻ കൊടുത്തത് നമുക്ക് ഇൻറ്റു വിടാം. അപ്പോൾ അലോക്കേഷൻ കൊടുത്ത സ്ഥലം ഇൻറ്റു വിടുന്നു. അല്ല, കൊടുക്കാത്തതിൻ്റെ പോസ്റ്റ് എഴുതുന്നു. സോ 75, 57, 64 ഇവിടെ അലോക്കേഷൻ കൊടുത്തതാണ്. 50, 30. ഇവിടെ നമ്മൾ 48 ആണ്. 75, 48, 57 ഇവിടെ 2 ഇൻറ്റു 64 ഇവിടെ ഇൻറ്റു 50 ഇൻറ്റു 30. ദെൻ ഇനി അടുത്ത് UI പ്ലസ് VJ ചെയ്യണം. സോ U1ൻ്റെ വാല്യൂ -9, U2 ഈസ് ഈക്വൽ ടു 0, U3 ഈസ് ഈക്വൽ ടു -10. V1 നമുക്ക് 10 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇൻറ്റു ഉള്ളത് ഇൻറ്റു കൊടുക്കാം. ഇവിടെ 2 ഇൻറ്റു, ഇവിടെ ഇൻറ്റു, 4 കോളേ ഉള്ളൂ. 10, 48, 34, 9 ഇല്ല. സോ ഇൻറ്റു ഇവിടെ ഇൻറ്റു, ഇവിടെ ഇൻറ്റു. അപ്പം -9 പ്ലസ് 10 എന്നുള്ളത് 1, -9ഉം 9ഉം 0. ഇവിടെ 25, ഇവിടെ 34, ഇവിടെ -10, 38, ഇവിടെ -10ഉം 9ഉം -1. ദെൻ അടുത്തത് DIJ എന്ന് പറയുമ്പം ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് DIJ മൈനസ് ചെയ്യണം. 75 - 1 74, ഇവിടെ ഇൻറ്റു, ഇവിടെ 23,
ഇവിടെ 57, ഇവിടെ ഇൻറ്റു 64 മൈനസ് 34 30, ഇവിടെ ഇൻറ്റു 50 മൈനസ് 38 12, ഇവിടെ ഇൻറ്റു 30 മൈനസ് -1 എന്ന് പറയുമ്പോൾ 31. അപ്പോൾ DIJ എല്ലാം പോസിറ്റീവാണ്. സോ നമ്മുടെ ഈ കോസ്റ്റ് ആയിരിക്കും മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മിനിമം അലോക്കേഷൻ. പക്ഷേ ക്വസ്റ്റ്യന് ഇതിൽ വെച്ചല്ല ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കണ്ടുപിടിക്കട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണോ ഈ ക്വസ്റ്റ്യന് വേണം അലോക്കേഷൻ കൊടുക്കാൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ അലോക്കേഷൻ എവിടെയാണോ ഇവിടെ 23 ആണ്. അപ്പോൾ ഇതിവിടെ 23 കൊടുക്കണം. എന്നിട്ട് വേണം ട്രാൻസ്പോർട്ടേഷൻ ക്വസ്റ്റ്യന് വേണം കൊടുക്കാൻ. ഇപ്പോൾ ക്വസ്റ്റ്യന് വേണം അലോക്കേഷൻ കൊടുക്കാൻ. ഇതാണ് നമുക്കിവിടെ കിട്ടിയതാണ് മിനിമം അലോക്കേഷൻ. അപ്പോൾ ഇവിടെ 23, ഇവിടെ 6, 8, 30 നമ്മളിവിടെ കൊടുത്തു. 23, 6, 8, 30, അടുത്ത് 17ഉം 16 അതിവിടെ കൊടുത്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യന് വേണം കൊടുത്തിട്ട് വേണം ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് 23 × 5 പ്ലസ് 6 × 80 പ്ലസ് 8 × 81 × 30, 17 × 9 × 16 × 66. So final answer we get rupees. ഫൈനൽ നമുക്ക് ആൻസർ കിട്ടുന്ന ₹7,705. അപ്പോൾ തെറ്റിപ്പോകരുത്. ക്വസ്റ്റ്യന് വേണം നമ്മൾ കൊടുക്കാൻ.